ഹലോ എവ്രി വൺ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ്. പാർട്ട് 3 വരെ കഴിഞ്ഞു. നമ്മൾ സാധാരണ ഈ കേരള ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു ആശയമോ അവരുടെ ഏതെങ്കിലും ഒരു കോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അവർ റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ചരിത്രപ്രധാനമായ സംഭവങ്ങളോ ഒക്കെ തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെയെങ്കിലും മിനിമം ഏറ്റവും കുറവ് ഒരു മാർക്കിൻ്റെയെങ്കിലും ചോദിക്കാറുണ്ട്. സാധാരണ പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസിലൊക്കെ 1, 2, 3 മാർക്കിനായിട്ട് ഈ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരാളെ പോലും വിട്ട് കളയാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ച് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും പഠിക്കാം. നമ്മളിവിടെ ഒരു കാലഘടന ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ റാൻഡമായിട്ട് ഓരോരുത്തരെ വെച്ച് ഇങ്ങ് പറഞ്ഞു പോവല്ല. അവരുടെ ജനിച്ച വർഷത്തിനനുസരിച്ചിട്ട് 1 by 1 ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓർഡർ ഉണ്ട്, ഒരു ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. തീർച്ചയായും ഓരോരുത്തരെയും സംബന്ധിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ അത്ര ചോദ്യങ്ങൾ ചോദിച്ച് കാണാത്ത പോയിന്റുകൾ വരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പലപ്പോഴും PSC അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത പോയിന്റുകളിൽ നിന്ന് വരെ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് നമുക്ക് പ്രധാനപ്പെട്ടതല്ല, ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അങ്ങനെ ഷുവറായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ അവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കുന്നത്. അദ്ദേഹം 1861 ജനിച്ച് 1948 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേ വർഷം ആണ് അദ്ദേഹം മരിക്കുന്നത്. നോക്കാം, അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിയിൽ ജനിച്ചു. ഒരുപാട് പേരെ കുറിച്ച് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോട്ട്സൊക്കെ എഴുതി പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇനി കേട്ട് മാത്രം പഠിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണം, ഇത് പലവട്ടം കേൾക്കണം, സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ പോയിന്റും ഒരു 3 വട്ടം വളരെയധികം ശ്രദ്ധിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. നോട്ടൊക്കെ എഴുതുന്ന ആളുകൾ പിന്നീട് ഇപ്പോൾ ഒരു വീക്കെൻഡ് ആവുമ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് റിവൈസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുത്ത് പഠിക്കാനായിട്ടും ശ്രമിക്കുക. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ് ജനിച്ചത്. ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ പ്രമുഖ പ്രചാരകനാണ് ആര്? അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അതായത് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ അല്ലെങ്കിൽ എല്ലാ കേന്ദ്ര കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ബുക്ക് എന്താ? ബ്രഹ്മധർമ്മ എന്ന സംസ്കൃത ബുക്കാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ് അയ്യത്താൻ ഗോപാലൻ. 1917 റാവു സാഹിബ് എന്ന ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകി ആദരിച്ചു. അപ്പോൾ 1917 റാവു സാഹിബ് എന്ന ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയത് ആർക്ക്? അയ്യത്താൻ ഗോപാലൻ. തുടങ്ങി ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് കൃത്യമായിട്ട് അയ്യത്താൻ ഗോപാലൻ എന്ന ഒരു പേര് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. അയ്യത്താൻ ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ദളിതരുടെ വിദ്യാഭ്യാസത്തിനായി ചന്ദവർക്കർ എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു. എന്താ? ചന്ദവർക്കർ എലിമെൻ്ററി സ്കൂൾ. ദളിതരുടെ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ചന്ദവർക്കർ എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു. കുടുംബം മുറിച്ചതിനാൽ മാതൃഗൃഹത്തിൽ നിന്നും പുറത്താക്കി. അപ്പോൾ നോക്കുക, ആ കാലത്തൊക്കെ ഈ സംസ്കൃതത്തിന് ആക്സസ് ഉള്ളത് ആർക്കൊക്കെയാണ്? സംസ്കൃതം പഠിക്കാനും അത് പുസ്തകങ്ങൾ വ്യാഖ്യാനം ചെയ്യാനും ഈ ക്ലാസിക്കലായിട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ ഓരോ പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നത് ആർക്കായിരിക്കും? ബ്രാഹ്മിൺസിനായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ അദ്ദേഹം ഈ അയ്യത്താൻ ഗോപാലൻ തീർച്ചയായും എന്താണ്? ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് കുടുംബമുണ്ടായിരുന്നു. ഈ കുടുംബ മുറിച്ചതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മാതൃഗൃഹത്തിൽ നിന്നും അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മരണം 1948 മെയ് 2 സംഭവിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ആലോചിച്ചിരിക്കുക, ബ്രഹ്മധർമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തു. റാവു സാഹിബ് എന്ന ബഹുമതി ലഭിച്ചു ബ്രിട്ടീഷുകാർ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ദളിതർക്ക് വേണ്ടി ചന്ദവർക്കർ എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു. ഇദ്ദേഹം കുടുംബം മുറിച്ചിട്ടുണ്ട്. നമ്മളുടെ EMS ഈ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ പോലെയൊക്കെ അയ്യത്താൻ ഗോപാലൻ കുടുംബം മുറിച്ചു. അതിന് ശേഷം അദ്ദേഹം
ഇദ്ദേഹം മാതൃഗൃഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 1948 ഇദ്ദേഹത്തിൻ്റെ മരണം നടന്ന വർഷം. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്തെന്നാ, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ സ്വയം വായിച്ചു നോക്കുക. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് കാണാനുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്പീഡിന് കുറച്ച് കൂട്ടി കാണാൻ കഴിയുന്ന ആളുകൾക്ക് അതും ചെയ്യാം. കാരണം ചില ആളുകൾക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഇപ്പോൾ അത് കൂടുതൽ കാണുന്ന ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയും കാണാം. ഇനി ഇത് 3 പ്രാവശ്യം വെച്ച് ഓരോ പോയിന്റും വായിക്കാൻ സമയം കിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായും പോസ് ചെയ്ത് കാണാനായിട്ടും ശ്രമിക്കുക. പോസ് ചെയ്ത് വായിച്ചതിന് ശേഷം പോയാൽ മതി, തിരക്ക് കൂട്ടി പോയിട്ടൊന്നും കാര്യമില്ല. നോക്കൂ, അടുത്തത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. 1863 അയ്യങ്കാളി ജനിക്കുന്നത്. മരണം സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെയാണ്, 1941. 1863 1941. എന്നാൽ 1863 ഓഗസ്റ്റ് 28. ഈ ഓഗസ്റ്റ് 28 ഒരു പ്രത്യേകതയുണ്ട്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. 1863 ഓഗസ്റ്റ് 28. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ, തിരുവനന്തപുരം. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് അല്ലേ? എന്നാൽ ഒരു വട്ടം കൂടി പഠിക്കുക, വെങ്ങാനൂർ, തിരുവനന്തപുരം. വെങ്ങാനൂർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ ആരാ? അയ്യൻ, മാല. അയ്യൻ, മാല. നമ്മളിങ്ങനെ മറ്റേ സിനിമയിലല്ലേ കുട്ടിയുടെ പേര് മാല മാല എന്ന് കേട്ടില്ലേ, അതാണ് ചോദിക്കുക. അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? അയ്യൻ, മാല. നോക്കൂ, അയ്യങ്കാളിയിൽ തന്നെ ഒരു അയ്യ ഉണ്ടല്ലേ, അപ്പം അയ്യൻ, മാല, ഇതാണ് ഇവരുടെ അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ. 1905 കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. അദ്ദേഹം 1905 കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ സ്ഥാപിച്ചു. നോക്കൂ, ഈ നവോത്ഥാന നായകന്മാർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കുറവ് മാത്രം കേട്ടിട്ടുള്ള നവോത്ഥാന നായകന്മാരും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവർ സമൂഹത്തിലേക്ക് അന്നത്തെ കാലഘട്ടത്തിനെ ഒന്നും കൂടി മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കുന്നത്. അതുള്ളതുകൊണ്ട് മാത്രമാണ് അവർ സ്മരിക്കപ്പെടുന്നതും അവരുടെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും പ്രാധാന്യമില്ല എന്ന് കരുതുന്ന ഒരു കാര്യം പോലും നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. 1907 അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അപ്പോൾ ഈ നവോത്ഥാന നായകന്മാർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതുപോലെ സ്ഥാപിക്കപ്പെട്ട സംഘടന, യോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കും. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വയ്ക്കുക, സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അയ്യങ്കാളി. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പല വട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സാധുജന പരിപാലന സംഘം ആര് സ്ഥാപിച്ച സംഘടനയാണ്? 1907 അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയാണ് എന്ത് സാധുജന പരിപാലന സംഘം. ഇതിൻ്റെ മുഖപത്രം എന്താണ്? സാധുജന പരിപാലിനി. വളരെ ഈസി. ആദ്യ എഡിറ്റർ ചെമ്പൻതറ കാണിച്ചോതി കറുപ്പൻ. അപ്പോൾ എഴുതി വെച്ചേക്കരുത് അയ്യങ്കാളിയാണ് ഇതിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്നൊന്നും വിചാരിച്ചേക്കരുത്. സാധുജന പരിപാലിനി സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. വളരെ ഈസി ആയിട്ട് ഓർക്കാലോ. ഇതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരാണ്? ചെമ്പൻതറ കാണിച്ചോതി കറുപ്പൻ. വളരെ ഗാംഭീര്യമുള്ള ഒരു പേരില്ലേ, ചെമ്പൻതറ കാണിച്ചോതി കറുപ്പൻ. 1938 ഇത് പുലയ മഹാസഭയായി. നോക്കൂ, ഈ സാധുജന പരിപാലന സംഘമാണ് പിന്നീട് പുലയ മഹാസഭയായിട്ട് മാറിയത്. അതായത് പുലയ മഹാസഭയായിട്ട് മാറുന്നതിന് പ്രചോദനമായൊരു സംഘടന ഏതാണ്? SNDP. SNDP ഒരുപാട് ഈ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവൃത്തികൾ, SNDP ഒക്കെ ഒരുപാട് ഈ നവോത്ഥാന നായകന്മാരെയും അവരെ ഇതുപോലെ തന്നെയുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട് കേട്ടോ. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. അതായത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ ഒന്നും നടക്കാൻ വയ്യ. പൊതുവഴിയിലൂടെ പോയിട്ട് അവർക്ക് നേരെ നീർന്ന് നിന്ന് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ കേരളം. അപ്പം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി ഒരു വില്ലുവണ്ടി ഉന്തി അങ്ങോട്ട് പോയി. എവിടം വരെയാ? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. കവടിയാർ കൊട്ടാരമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ ഒരു വില്ലുവണ്ടി ഉന്തി 1893 അയ്യങ്കാളി നടത്തി ഒരു സമരം. എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്. ഈ വില്ലുവണ്ടിയൊക്കെ ഏത് കൂടെ പോവുക? വഴി കൂടെ അല്ലേ പോവുക? അപ്പോൾ ആ സമരം നടക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ആരും നടത്തി? അയ്യങ്കാളി നടത്തി. ഏത് വർഷം? 1893
എവിടെ മുതൽ എവിടം വരെ? വെങ്ങാനൂർ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ. കവടിയാറും തിരുവനന്തപുരത്ത് തന്നെയാണ് അല്ലേ. അയ്യങ്കാളിയുടെ ആദ്യ സാമൂഹിക പരിഷ്കരണ സമരമാണ് ഏത്? വില്ലുവണ്ടി സമരം. അപ്പം അയ്യങ്കാളിയുടെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ സമരം ഏത് എന്ന് ചോദിച്ചാൽ 1893 വില്ലുവണ്ടി സമരം എന്ന് ഒരു സംശയവുമില്ലാതെ നമ്മൾ പറയണം. ഇനി ഈ ഒരു ഇൻസിഡൻറ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണ് 2018 125-ാം വാർഷികം ആചരിച്ചത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ട്രെൻഡിങ്ങിലുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് 2018 125-ാം വാർഷികം ആചരിച്ച ഒരു സാമൂഹിക മുന്നേറ്റം ഏതാണ്? അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ സമരം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 4 ഓപ്ഷൻ തരും. അതിനകത്ത് വില്ലുവണ്ടി സമരം ഉണ്ടാവും. ഓക്കെ, ചാന്നാർ ലഹള, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. പക്ഷേ വില്ലുവണ്ടി സമരമാണ് 2018 125-ാം വാർഷികം ആചരിച്ചത്. ഇങ്ങനെയും കൊടുക്കാം. വില്ലുവണ്ടി സമരത്തിൻ്റെ അയ്യങ്കാളി വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ നടത്തിയ വില്ലുവണ്ടി സമരത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2018 ആചരിച്ചത്? ഓക്കെ, 125-ാമത്തെ വാർഷികം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓർത്തിരുന്നോളാം. നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ 125-ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വർഷമാണല്ലേ, ആ രീതിയിൽ ഓർത്തിരിക്കുക. ഇനി നോക്കൂ, സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോയിട്ടുണ്ട് കേട്ടോ, അത് മാത്രമാണ് പ്രശ്നമുള്ളൂ. നോക്ക്, കേരളത്തിലെ ആദ്യ സംഘടിത കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. 1909 കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചിട്ട് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പോൾഗെയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് കറുപ്പൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളടുത്തുനിന്ന് ഏതെടുത്ത് എഴുതണം? അയ്യങ്കാളി. അല്ലെങ്കിൽ ഏതിൽ കറുപ്പിക്കണം? അയ്യങ്കാളി എന്ന ഓപ്ഷന് കറുപ്പിക്കണം. 1909 ആദ്യത്തെ സംഘടിത കർഷക പണിമുടക്ക്. ഇവിടെ ഈ സംഘടിത എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കർഷക പണിമുടക്കുകളൊക്കെ അതിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടാവും, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ സംഘടിതമായിട്ട്, അതായത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതൊരു കാര്യത്തിനെ എതിർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുന്ന ആദ്യത്തെ കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1907 പുലയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചു. എന്നാൽ സവർണരായ ഉദ്യോഗസ്ഥർ ഇത് പൂഴ്ത്തിവെച്ചു. പുലയ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ സവർണ അനുവദിച്ചില്ല. അപ്പം എന്നിട്ടാ ഉണ്ടായേ? 1907 തന്നെ പുലയ കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള നിയമം ഉണ്ടല്ലോ, അത് ഈ സവർണർ ഉദ്യോഗസ്ഥരൊക്കെ ആ കാലഘട്ടത്തിൽ എന്തായിരിക്കും? സവർണരോ അതല്ലെങ്കിൽ അപ്പർ ക്ലാസ് കാസ്റ്റിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ ഈ സവർണർ എന്ത് ചെയ്തു? ഇതങ്ങോട്ട് പൂഴ്ത്തി വെച്ചു. ഈ ഓർഡർ ഇതിനെ അനുവദിച്ചുകൊണ്ടിട്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത് അങ്ങ് പൂഴ്ത്തിവെച്ചു. അപ്പോൾ പുലയ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ സവർണർ അനുവദിച്ചില്ല. അപ്പം ഇതറിഞ്ഞിട്ട് അയ്യങ്കാളി എന്താ ചെയ്തത്? ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം പുല്ലുമുളയ്ക്കും. ശരി, ഓക്കെ, നിങ്ങൾ സ്കൂളിൽ ചേർക്കുന്നില്ല, പക്ഷേ ഈ പാടത്തെല്ലാം പണിയെടുക്കുന്നത് ആരാണ്? കീഴാളന്മാരായ ഞങ്ങളാണ്. ഞങ്ങൾ പണിയെടുത്തില്ല, ഞങ്ങളങ്ങ് പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പത്തായത്തിൽ നിറയുന്ന അരിക്ക് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ നെല്ലിന് നല്ല രീതിയിലുള്ള ഒരു കുറവ് സംഭവിക്കും. അതായത് ഈ കാണായ പാടത്തെല്ലാം പുല്ല് മുളപ്പിക്കും. അതായത് കൃഷിയൊന്നും നടക്കില്ല, ദാരിദ്ര്യം എന്താണെന്ന് നിങ്ങളും അറിയും എന്ന് അയ്യങ്കാളി വിളിച്ചു. ഇനി പണിമുടക്ക് അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആരാണ്? തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുണ്ടള നാഗം പിള്ളയാണ്. ഓക്കെ, ഈ പണിമുടക്ക് അവസാനിപ്പിക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചത് ആരാണ്? തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുണ്ടള നാഗം പിള്ള. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പുലയ സമുദായത്തിലെ ആദ്യത്തെ വ്യക്തി ആരാണ്? അയ്യങ്കാളി. 1914 മുതൽ തുടർച്ചയായി 28 വർഷം അദ്ദേഹം എന്തായിരുന്നു? അതിനകത്ത് അംഗമായിരുന്നു. അപ്പം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ പുലയ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. തുടർച്ചയായി 28 വർഷം, അതായത് 1914 മുതൽ അദ്ദേഹം എന്തായിരുന്നു? അതിനകത്ത് അംഗമായിരുന്നു. പിന്നാക്ക സമുദായത്തിൽ നിന്ന് നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും ആരാണ്? അയ്യങ്കാളി തന്നെയാണ്. പിന്നാക്ക സമുദായത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തിയും തന്നെ? അയ്യങ്കാളി തന്നെയാണ്. ഓക്കെ, അയ്യങ്കാളി തന്നെയാണ്. നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ,
തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി ഒരു ദളിത പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിന് തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. 1915 നടക്കുന്നത്. 1915 എന്താണ്? ശരി, പുലയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ദളിത് കുട്ടികൾക്കൊക്കെ പഠിക്കാമല്ലോ. അപ്പം എന്ത് ചെയ്തു? അയ്യങ്കാളി ഒരു ദളിത് പെൺകുട്ടിയെ പഞ്ചമിയെ എന്ത് ചെയ്തു? സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഈ അയ്യങ്കാളി ഭയങ്കര ധാർഷ്ട്യമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടിയേ അടങ്ങുള്ളൂ. അപ്പോൾ സ്കൂളുണ്ടായാലല്ലോ അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സവർണ ജാതിക്കാരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്തു? സ്കൂളിന് തീയിട്ടു. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ഒരു പ്രക്ഷോഭമുണ്ട്. അതാണ് 90-ാം ആണ്ട് ലഹള. വളരെ പ്രശസ്തമാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1915 ഇത് നടക്കുന്നത്. ഇത് ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 90-ാം ആണ്ട് ലഹള തന്നെയാണ് ഊരൂട്ടമ്പലം ലഹള എന്ന് അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ഏതാണ്? വെങ്ങാനൂർ. അപ്പോൾ വെങ്ങാനൂർ തന്നെയാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ഏതാണ്? വെങ്ങാനൂര്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ഏതാണ്? ശ്രീമൂലം തിരുനാൾ. 1914 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം 1914 മുതൽ ശ്രീമൂലം പ്രജാസഭയിൽ ആരുണ്ട്? അയ്യങ്കാളി ഉണ്ട്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ഉണ്ട്. 1914 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർഷം 1914 തന്നെ പിന്നോക്ക ജാതിക്കാരിലുള്ള കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം നൽകിക്കൊണ്ട് അനുവാദം നൽകിയ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആരെന്നെയായിരിക്കും? ശ്രീമൂലം തിരുനാൾ തന്നെയായിരിക്കും. കല്ലുമാല സമരത്തിന് നേതാവ് അയ്യങ്കാളി തന്നെ. 1915 നമ്മൾ ഈ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം ഇതൊന്നും നമ്മൾ ഇവിടെ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ സാമൂഹിക മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മൾ തിരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് പോയി കാണാം. അതല്ലാതെ ഇവിടെ കല്ലുമാല സമരം ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കല്ലുകൊണ്ടൊക്കെയുള്ള ആഭരണങ്ങളെ ധരിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായുള്ളൂ. അവർക്ക് എന്തില്ല? സ്വർണ്ണമോ വെള്ളിയോ അങ്ങനത്തെ ഉള്ള ആഭരണങ്ങളൊന്നും ധരിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെതിരായിട്ട് അയ്യങ്കാളി 1915 മുന്നോട്ട് വരികയും അതിനെതിരായിട്ട് സമരം ചെയ്യുകയും ചെയ്തു. 1915 കല്ലുമല സമരം നടന്ന സ്ഥലം പെരിനാടാണ്. കൊല്ലത്ത് പെരിനാടാണ്. നമ്മൾ ഈ അയ്യങ്കാളി നിൽക്കുമ്പോൾ വെങ്ങാനൂര് തിരുവനന്തപുരം എഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഈ കല്ലുമാല സമരം നടക്കുന്നത് പെരിനാടാണ്. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടുന്നത് 1912 അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937. 1937 ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാണ് പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചു. പുലയ രാജ എന്ന് വിളിച്ചത് ആരാണ്? ഗാന്ധിജി. ആരെ വിളിച്ചു? അയ്യങ്കാളിയെ വിളിച്ചു. 1937 കണ്ടുമുട്ടിയപ്പോഴാണ് വിളിക്കുന്നത്. ആധുനിക ദളിതരുടെ പിതാവ്, കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവ്, കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാത്തവർക്ക് കേൾക്കാത്തവർക്ക് അത് നമുക്ക് ചിലപ്പോൾ ഇത് ആരാണാവുമെന്ന് തോന്നും. പക്ഷേ ആരാണത്? അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ്. ഈ പണ്ഡിറ്റ് കറുപ്പൻ എന്നൊക്കെ ഒരു ഓപ്ഷൻ വന്നതിന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആധുനിക ദളിതർ വളരെ ആധുനികമായി ചിന്തിച്ച ഒരു മനുഷ്യനാണ് ആര്? അയ്യങ്കാളി. അതല്ലാതെ ചുമ്മാ അമ്പലം സ്ഥാപിക്കാനായിട്ടൊന്നും നടന്ന ആളല്ല. ഞാൻ മോശം പറയുന്നതല്ല. പക്ഷേ അതുകൊണ്ട് ഒരുപാട് വേറെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടായില്ലോ. വളരെ സയൻറ്റിഫിക്കായിട്ട് ചില കാര്യങ്ങൾ കാണാനും അതിനു വേണ്ടി വളരെ കാര്യക്ഷമമായ പ്രക്ഷോഭങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ ആളാണ് ആര്? അയ്യങ്കാളി. അതുകൊണ്ട് തന്നെ ആധുനിക ദളിതരുടെ പിതാവ് എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് വളരെയധികം സ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി നോക്കൂ അയ്യങ്കാളി അന്തരിച്ച വർഷം ഏതാണ്? 1941 ജൂൺ 18. 1941 ജൂൺ 18. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മഹത്തായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പുലയ രാജ എന്ന് വിളിച്ചത്, അതായത് ഉറപ്പായിട്ട് ഓപ്ഷനിൽ ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കാണും കേട്ടോ. പക്ഷെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് അയ്യങ്കാളിയെ
വിശേഷിപ്പിച്ചത്. എന്നാൽ ഗാന്ധിജി എന്താ വിളിച്ചത്? 1937 അയ്യങ്കാളിയായിട്ട് കണ്ടുമുട്ടിയപ്പോൾ പുലയ രാജ എന്നാണ് വിളിച്ചത്. അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002 ഓഗസ്റ്റ് 12 തീയതിയാണ്. 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടത്താണ്, വെങ്ങാനൂർ. ഈ ചിത്രകൂടത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ സാഹിത്യം ചിത്രകലയൊക്കെ പഠിക്കുമ്പോൾ ചിത്രകൂടം പഠിക്കും. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെങ്ങാനൂരുള്ള ചിത്രകൂടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം, അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക ദളിതരുടെ പിതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് അയ്യങ്കാളി ഭവൻ എന്നാണ്. കേരള ഗവൺമെൻറ് 2019 നടപ്പാക്കിയ നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28 സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 28 എന്താണ് കേരള സംസ്ഥാനത്ത് ഒരു പൊതു അവധിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. 152-ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദി. 152-ാം ജന്മദിനം ഏത് വർഷമായിരുന്നു എന്ന് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. 152-ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി. ഓക്കെ, ഇനി നോക്കൂ. അയിത്തം അറബിക്കടലിൽ തള്ളണം, ഇതാരാ പറഞ്ഞേ? അയ്യങ്കാളി തന്നെയാണ്. കൃതികൾ ഏതൊക്കെയാന്ന് നോക്കൂ. വേദാധികാര നിരൂപണം, ആദിഭാഷ, പ്രാചീന മലയാളം, അദ്വൈത ചിന്ത പദ്ധതി. നോക്കൂ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇപ്പം തന്നെ പറഞ്ഞോളൂ, ഇന്ദിരാഗാന്ധിയാണ്. പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് EK നയനാരാണ്. EK നയനാർ ആരാണ്? നമ്മുടെ ഒരു മുൻകാല മുഖ്യമന്ത്രിയാണ്. EK നയനാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേരള സംസ്ഥാനത്തിലെ ഇതുവരെ ഉണ്ടായിരുന്നുള്ള മുഖ്യമന്ത്രിമാരെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേരള ചരിത്രം എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും EK നയനാറിനെ കുറിച്ചും മറ്റ് ഉണ്ടായ മുഖ്യമന്ത്രിമാരെ കുറിച്ചൊക്കെ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാരാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് ഔന്നിത്യം നേടുക എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ്. ഈ ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞിട്ട് വിദ്യ കൊണ്ട് ഔന്നിത്യം നേടുക എന്നുള്ളത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക നമുക്ക് കൂടുതലായിട്ട് അറിയാമല്ലേ. വിദ്യ കൊണ്ട് ഔന്നിത്യം നേടുക എന്നുള്ളത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പെട്ടെന്ന് ചട്ടമ്പിസ്വാമികളെ തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ അയ്യങ്കാളിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. വിദ്യ കൊണ്ട് ഔന്നിത്യം നേടുക എന്നുള്ള ഒരു വരി പറഞ്ഞിരിക്കുന്നത് ആരാണ്? അയ്യങ്കാളി ആണ്. ഓക്കെ, ഇനി അടുത്തത് അയ്യങ്കാളിയുടെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ പൽപ്പു. പലപ്പോഴും നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുന്ന ആളാണ് ആര്? ഡോക്ടർ പൽപ്പു, അതുപോലെ തന്നെ കുമാരനാശാൻ. കാരണം ഇവരൊക്കെ SNDP ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഡോക്ടർ പൽപ്പു നമ്മളിവിടെ ഒരു ജനിച്ച വർഷം തീയതി എന്നുള്ള ഒരു ക്രോണോളജി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയിൽ ആര് വന്നത്? നമ്മളുടെ അയ്യങ്കാളിയും അയ്യത്തൻ ഗോപാലനൊക്കെ കയറി വരുന്നത് കേട്ടോ. ഡോക്ടർ പൽപ്പ് 1863 നവംബർ 2, 1863 നവംബർ 2, മരിക്കുന്നത് 1950. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം 1950. ജനിച്ച സ്ഥലം പേട്ട, തിരുവനന്തപുരം. ഒരുപാട് നവോത്ഥാന നായകന്മാർ ജനിച്ചൊരു സ്ഥലമാണ് തിരുവനന്തപുരം. കാരണം എന്താ? അത് കുറേയധികം നമ്മളുടെ സെൻറ്റർ, അതായത് ഒരു അധികാര കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുകയും അത് ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഇന്നായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്ത് പോയി സമരം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് അധികാര കേന്ദ്രം, അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ജനിച്ച സ്ഥലം, ഡോക്ടർ പൽപ്പ് ജനിച്ച സ്ഥലം പേട്ടയാണ്, തിരുവനന്തപുരം. യഥാർത്ഥ പേര് പത്മനാഭൻ പൽപ്പു. അമ്മ ആരാണ്? മാതാ പെരുമാൾ.
സ്ത്രീ സമാജത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ആദ്യ മാതാ പെരുമാൾ. ഇംഗ്ലണ്ടിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തിയ നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. ചില്ലറക്കാരനല്ല. ഈ ഡോക്ടർ പൽപ്പു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൽപ്പു എന്നൊക്കെ കേൾക്കുമ്പോൾ തീരെ വിലയില്ലാത്തൊരു പേര് പോലെ തോന്നും. പക്ഷേ അന്ധകാലത്ത്, അതായത് ആ സമയത്ത് വരെ ഇംഗ്ലണ്ടിലെ ഒരു കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. എന്താണ് ഈഴവ മെമ്മോറിയൽ എന്നൊക്കെ ഉള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സാമൂഹിക മുന്നേറ്റങ്ങളുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി പഠിക്കുക. പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി പഠിക്കുക. ഈഴവ മെമ്മോറിയൽ എന്നാണ് 1896. ഈഴവ മെമ്മോറിയൽ എന്താ? നമ്മുടെ തിരുവിതാംകൂറിലെ തൊഴിലവസരങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ളതാണല്ലേ ഈഴവ മെമ്മോറിയൽ. അപ്പോൾ അത് 1896 അത് കൊണ്ടുവരാനായിട്ട് നേതൃത്വം നൽകിയ ആളാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ്. 13,176 പേര് അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാ? ശങ്കര സുബ്ബയ്യ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരൂല്ലേ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആരാണ്? ശങ്കര സുബ്ബയ്യ. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവാണ്. അത് കഴ്സൺ പ്രഭു എന്താണ്? അന്ന് നമ്മളുടെ തിരുവിതാംകൂർ അല്ലെങ്കിൽ ഈ ആലപ്പുഴയൊക്കെ സന്ദർശിക്കാൻ വന്നു. അങ്ങനെ കഴ്സൺ പ്രഭു വന്നപ്പോഴാണ് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി, അതായത് ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ പേരിലുള്ള ഈ ഡോക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും ഒരു മെഡിക്കൽ ബിരുദം നേടിയതിൻ്റെ പേരിൽ കിട്ടിയ ഒരു ടൈറ്റിലാണ്. അപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്. പക്ഷേ കീഴ്ജാതിയിൽ പെട്ടതായതുകൊണ്ട് കേരളത്തിലെവിടെ അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിച്ചില്ല. അത്രയുണ്ട് കേരളക്കാരുടെ ഒരു മാനസികമായിട്ടുള്ള വലിപ്പം ആ സമയത്ത് കേട്ടോ. സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് എവിടെയാണ്? മൈസൂരിൽ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്ടറേറ്റ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തത്, അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് എവിടെയാണ്? മൈസൂരിലാണ്. ഇദ്ദേഹത്തെ അവിടെ സഹായിച്ച ഒരു പിന്നാക്ക സമുദായം ഉണ്ട്, അത് വാലിഗർ എന്നറിയപ്പെടുന്നു. വാലിഗർ സമുദായമാണ് അദ്ദേഹത്തിനെ സഹായിച്ചത്. ബാംഗ്ലൂരിൽ പ്ലേഗ് നിർമ്മാർജ്ജനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ബാംഗ്ലൂരിൽ പ്ലേഗ് പടർന്നു പിടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അദ്ദേഹം നേതൃത്വം നൽകാനായിട്ട് മുന്നോട്ട് വന്നത്. ഒരു ഡോക്ടറാണല്ലോ, തീർച്ചയായിട്ടും. നോക്കൂ, 1891 മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചു. 1891 മലയാളി മെമ്മോറിയൽ. അതിനുശേഷമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്താ? മലയാളികൾക്ക് കൂടുതലായിട്ട് ഈ തമിഴ് പട്ടർ ബ്രാഹ്മണർ, ആ തമിഴ് ബ്രാഹ്മണർ അവർക്ക് ഉന്നത ജോലികളൊക്കെ കൊടുക്കാതെ മലയാളികൾക്ക്, മലയാളി മെമ്മോറിയലിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ, പോയി കാണാം തീർച്ചയായും. ഇവിടെ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ 1891 ഈ മലയാളി മെമ്മോറിയൽ വന്നപ്പോൾ അതിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ച ആളാരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈ മലയാളി മെമ്മോറിയലിൻ്റെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈഴവ മെമ്മോറിയൽ പിന്നീട് വരുന്നത് കേട്ടോ. ഈഴവ മഹാസഭ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നിവയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഈഴവ മഹാസഭയുടെ ഇംഗ്ലീഷ് പേരാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. അദ്ദേഹം അത് 1896 തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. 1896 തിരുവനന്തപുരത്ത് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചു. ഇനി SNDP സ്ഥാപിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ആരാണ്? അത് ഡോക്ടർ പൽപ്പു ആണ്. SNDP സ്ഥാപിക്കുന്നതിൽ വളരെയധികം നിർണായക പ്രാധാന്യം ഉള്ള ഒരാളാരാണ്? ഡോക്ടർ പൽപ്പു. പിന്നെ മറ്റൊരാൾ ആരാ? ശ്രീനാരായണ ഗുരു ഓഫ് കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുമാരനാശാനുണ്ട്. അപ്പോൾ SNDP സ്ഥാപിക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ്, ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? SNDPയുടെ ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ലേഖനങ്ങൾ എഴുതി. അപ്പോൾ ഇദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്യൂഡോനിം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പേരെന്തായിരുന്നു? തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരാണ്. മദ്രാസ് സ്റ്റാൻഡേർഡിലാണ് അദ്ദേഹം എഴുതിയേണ്ടിരുന്നതെന്ന്. ജനങ്ങളെ ആത്മീയവൽക്കരിക്കാനും വ്യവസായവൽക്കരിക്കാനും പൽപ്പുവിന് ഉപദേശിച്ച സ്വാമി വിവേകാനന്ദനാണ്. ആത്മീയവൽക്കരിക്കുകയും വേണം, അതുപോലെ തന്നെ ഒരു മുന്നേറ്റം വ്യവസായവൽക്കരിക്കാനും അതായത് സമൂഹത്തിനൊരു ഡെവലപ്മെൻറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വ്യവസായവൽക്കരിക്കാനും ആത്മീയവൽക്കരിക്കാനും
ഡോക്ടർ പൽപ്പുവിനെ ഉപദേശിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മലബാറിന്റെ വ്യവസായവൽക്കരണം ലക്ഷ്യമാക്കി മലബാർ എക്കണോമിക് യൂണിയൻ അതുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചു. ഡോക്ടർ പൽപ്പു മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകനായ നടരാജ ഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായ നടരാജ ഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ച്. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു 1896. ഞാൻ ഈ പോയിന്റ്സ് ഇങ്ങനെ വായിച്ചു പോകുന്നതായിട്ട് പറയും. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ പോയിന്റ്സും ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഈ ട്രാവലിലൊക്കെ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചുമ്മാ സ്ക്രീനിൽ നോക്കി ഇത് വായിക്കുന്ന ആൾക്ക് ചിലപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അവർക്ക് പോയിന്റുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും പോയിന്റുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ പോയിന്റുകളും ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഞാനിത് ചുമ്മാ വായിച്ചു പോകുന്നതല്ല. ചിലപ്പോൾ ഇത് കേട്ട് പഠിക്കുന്ന ഒരാളുണ്ടാവും. അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എണ്ണേൻ്റെ ഇടയിൽ കേട്ട് പഠിക്കുന്ന ഒരാളുണ്ട്. അല്ലെങ്കിൽ കാറിലൊക്കെ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഹെഡ്സെറ്റിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് പോയിന്റുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ചിലപ്പോൾ സ്ക്രീനിലൊക്കെ നോക്കി നോട്ട്സൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചുമ്മാ പോയിന്റ്സ് വായിക്കുകയാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഓരോ പോയിന്റും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ 3 പ്രാവശ്യം വെച്ച് വായിക്കുക. അതൊന്നും നിങ്ങൾ കരുതേണ്ട. എത്ര പ്രാവശ്യം കേൾക്കുന്നു എത്ര പ്രാവശ്യം വായിക്കുന്നോ അത്രയും നല്ലതാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ പൽപ്പു. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് നോക്കുക, തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരെന്നെയായിരിക്കും? ഡോക്ടർ പൽപ്പു ആണ്. നോക്കൂ, അടുത്തത് നോക്കാം. ഇന്ത്യയിൽ മഹാന്മാരായ വിപ്ലവകാരിയിൽ അനശ്വരനായ വ്യക്തി എന്ന ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ചിലപ്പോൾ ആരും അങ്ങനെ അദ്ദേഹം കേൾക്കാത്തൊരു പോയിന്റ് ആയിരിക്കും ഇത്. സരോജിനി നായിഡു എങ്ങനെയാണ് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യയിൽ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണി എന്നാണ് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണി എന്ന നിലയിൽ ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മാനസപുത്രൻ കുമാരനാശാൻ. പുത്രൻ നടരാജഗുരുവാണ്. മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. റിട്ടി ലൂക്കോസ് എന്ന് വിളിച്ചു? ഈഴവരുടെ രാഷ്ട്രീയ ഗുരു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എഗെയിൻ ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി. ഒരുപാട് കോലാഹലമൊന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഇറങ്ങി ചെയ്തിട്ടില്ല. എന്നാൽ ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ നീറ്റ് ആൻഡ് അതുപോലെ തന്നെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ നിശബ്ദനായ വിപ്ലവകാരി എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ഡോക്ടർ പൽപ്പുവിനെയാണ് വിളിക്കുന്നത്. ആരാണ്? സരോജിനി നായിഡു ആണ്. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ബുക്ക് എഴുതിയത് ആരാണ്? MK സാനു. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന ഒരു പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു. കുമാരനാശാനെ ചിന്നസ്വാമി എന്നാണ് അദ്ദേഹം വിളിച്ചത്. മാനസപുത്രൻ ആരാണ്? കുമാരനാശാനാണ്. അപ്പോൾ ആ കുമാരനാശാനെ ഡോക്ടർ പൽപ്പു വിളിച്ചിരുന്നത് ചിന്നസ്വാമി എന്നാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചിരുന്നത് പെരിയസ്വാമി എന്നാണ് കേട്ടോ. പെരിയസ്വാമി. ഡോക്ടർ പൽപ്പു അന്തരിച്ച വർഷം 1950 ജനുവരി 26. ജസ്റ്റ് എന്താ റിപ്പബ്ലിക് ആവുന്ന തലേദിവസം. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് തലേദിവസം മരിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആര്? ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. അതായത് 1950 ജനുവരി 26 അദ്ദേഹം മരണമടയാണ് ചെയ്യുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് തലേദിവസം മരിച്ചു. ആര്? ഡോക്ടർ പൽപ്പു. ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. ഇത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു അദ്ദേഹം അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല അദ്ദേഹം ആയിരിക്കും നമ്മൾ ചിന്തിക്കില്ല. ഓക്കെ, PSCക്ക് ആണെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഇഷ്ടമാണ് തന്നെ. നോക്കൂ, ഇനി ബാരിസ്റ്റർ GP പിള്ളേനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നോക്കിക്കോളൂ, ബാരിസ്റ്റർ GP പിള്ള 1863 തന്നെയാണ് ജനനം. 1903 മരിക്കുന്നത്. ജനനം 1961 ഫെബ്രുവരി 2. ജന്മസ്ഥലം പള്ളിപ്പുറം, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ജനിക്കുന്നത്. ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി.
അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷമാണ് വരുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലിടുക. ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം ബോംബെയിലാണ്. പൂനെയിലാണ് വിചാരിച്ചു, അതിവിടെ പ്ലേഗ് ആയതുകൊണ്ട് ബോംബെയിലേക്കൊക്കെ മാറ്റി. അപ്പോൾ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ഔദ്യോഗിക ചുമതല വഹിച്ച ആദ്യ തിരുവിതാംകൂർക്കാരനാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ഔദ്യോഗിക ചുമതല വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂർക്കാരൻ കൂടിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപർ. ഈ മദ്രാസ് സ്റ്റാൻഡേർഡിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ടെ തീയൻ എന്ന പേരിൽ എഴുതിക്കൊണ്ടിരുന്നായിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം കൂടിയാണ് ആര്? ഏത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. അത് എൻ്റെ പത്രാധിപരായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. അത് 1892 മുതലാണ് പബ്ലിക്കേഷൻ ആരംഭിച്ചത്. ദിവാനെതിരെ ലേഖനം എഴുതിയതിനാൽ നാട് വിടേണ്ടി വന്ന ആദ്യത്തെ തിരുവിതാംകൂർക്കാരനും കൂടിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹത്തിൻ്റെ തൂലികാ നാമം ഒരു രാജ്യസ്നേഹി. ബാരിസ്റ്റർ GP പിള്ളയുടെ തൂലികാ നാമം അല്ലെങ്കിൽ സ്യൂഡോനിം എന്താണ്? ഒരു രാജ്യസ്നേഹി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളിയും കൂടി ആരാണ്? GP പിള്ള. അതായത് ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച് ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് അല്ലേ? ആ ആത്മകഥയിൽ ഗാന്ധിജി പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ആരാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ. INCയിലൊക്കെ പങ്കെടുത്ത, INCയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ആളായിരിക്കുമല്ലോ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്. നോക്കൂട്ടോ, ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വേറെ വേറെ പേരുകളൊക്കെ പറയൂ കേട്ടോ, EMS എന്നൊക്കെ ഒന്ന് പറയാൻ നമുക്കിങ്ങനെ തോന്നും. പക്ഷേ ബാരിസ്റ്റർ GP പിള്ളയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം. ഈ മലയാളി മെമ്മോറിയലിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് ഈഴവ മെമ്മോറിയലൊക്കെ വരുന്നത്. മലയാള മെമ്മോറിയൽ വരുന്നത് എന്നാണ്? 1891 ജനുവരി 1. അദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിന് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ആൾ ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിനെതിരെ വന്ന ഒരു മെമ്മോറിയലാണ് എന്ത്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർക്കാർക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂർക്കാർക്ക് എന്നുള്ള മുദ്രാവാക്യം. ശ്രീമൂലം തിരുനാളിലാണ് ഇവരെന്ത് ചെയ്തത്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ ആർക്കാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചുല്ലോ. ആർക്കാ പഠിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് നമ്മൾ സമർപ്പിച്ചത്. CV രാമൻപിള്ളയെ എഴുതി തയ്യാറാക്കി. ഈ മലയാള മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? CV രാമൻപിള്ള. നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ ആണ്. അതായത് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയത് നോർട്ടൺ ആണ്. ആദ്യത്തെ ഒപ്പ് KP ശങ്കരമേനോനാണ് ഇടുന്നത്. മലയാള മെമ്മോറിയലിൻ്റെ ആദ്യത്തെ ഒപ്പിടുന്നത് KP ശങ്കരമേനോനാണ്. മൂന്നാമത്തെ ഒപ്പാണ് ഡോക്ടർ പൽപ്പു. പിന്നെ മറ്റ് നേതാക്കളൊക്കെ ആരാ? GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠൻ പിള്ള. ഓക്കെ, അപ്പം ഇങ്ങനെ താഴെ തന്നിരിക്കുന്നവയിൽ ഇവരൊക്കെ ബന്ധമില്ലാതെ അല്ലെങ്കിൽ ബന്ധമുള്ള പ്രസ്ഥാനം ഏതാണ്? മലയാളി മെമ്മോറിയലായിട്ടാണ് GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള, ഡോക്ടർ പൽപ്പു, കാവാലം നീലകണ്ഠപിള്ളയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. ഈ മലയാളി മെമ്മോറിയൽ 10,028 പേർ ഒപ്പുവെച്ചു. ആ സമയത്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആരാണ്? ടി രാമറാവു. ഇതേക്കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയത് മിതഭാഷി എന്ന പത്രത്തിലാണ്. നോക്കി, ഈ മലയാള മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എന്ത് ചെയ്തു? ലേഖനങ്ങൾ എഴുതി. അതെവിടെയാണ്? മിതഭാഷിയിലാണ് എഴുതിയത്. മിതഭാഷി. CV രാമൻപിള്ള രചിച്ച നാടകം വിദേശ മേധാവിത്വം. ഓക്കെ, ഇതിനെ
ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇതേ അവസരത്തിൽ CV രാമൻപിള്ള ഒരു നാടകം രചിച്ചിട്ടുണ്ട്, വിദേശ മേധാവിത്വം. അപ്പം ഈ നാടകമൊക്കെ ആ കാലത്ത് വളരെയധികം രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെയുള്ള കുറച്ച് സന്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ അത് ഈ നാടകത്തിലൂടെ ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടും. കാരണം ആൾക്കാരുടെ അടുത്ത് പോയി പ്രസംഗിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സന്ദേശം അവർ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു നാടകം. ഇന്നും അങ്ങനെയാണല്ലേ, പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇന്നും അത് നടക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ആളുകൾക്ക് എഴുത്തും വായനയൊക്കെ കുറവായതുകൊണ്ട് അവരെന്ത് ചെയ്തു, നാടകത്തിലൂടെ പല കാര്യങ്ങളും അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ CV രാമൻപിള്ള രചിച്ച ഒരു നാടകമാണ് വിദേശ മേധാവിത്വം. നോക്കൂ, 2016 ഈ മലയാളി മെമ്മോറിയലിന് 125-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടത് ഓർത്തേക്ക്. 2016 ആയതുകൊണ്ട് ഇത് കറണ്ട് അഫെയർ ഒന്നുമില്ല, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ആലോചിച്ചിരിക്കുക, 2016 125-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. ഇതിനെതിരെ, അതായത് തിരുവിതാംകൂർക്കാർക്ക് ആ മുദ്രാവാക്യമായിട്ടൊക്കെ വന്ന മലയാളി മെമ്മോറിയലിനെതിരെ ഒരു എതിർ മെമ്മോറിയൽ സമർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ സമർപ്പിച്ചൊരു നിവേദനമുണ്ട്. അതാണ് എതിർ മെമ്മോറിയൽ. അത് 1891 ജൂൺ 3-നാണ് വന്നത്. 1891 മെയ് 3-ന് എതിർ മെമ്മോറിയൽ എന്തിനെതിരായിട്ടാണ്? മലയാളി മെമ്മോറിയലിന് എതിരായിട്ട് വന്ന ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. ഇനി ദ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ്, ഇദ്ദേഹം എഴുതിയതാണ്. പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങളാണ് ദ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആരെഴുതിയിട്ടുണ്ട്? ബാരിസ്റ്റർ GP പിള്ള എഴുതിയിട്ടുണ്ട്. ഇത് പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1903 ഒക്ടോബർ 21-ന് എന്ത് ചെയ്തു? 1903 1903 വളരെ കുറച്ച് കാലം ജീവിച്ചുള്ളൂ, എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. 1903 ഒക്ടോബർ 21-ന് ഇദ്ദേഹം അന്തരിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് കാലം ജീവിച്ചുള്ളൂ എങ്കിലും വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു മധ്യവയസ്കിലേക്കൊക്കെ കടന്നപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? മരണമടയുണ്ടായി. 1903 ഒക്ടോബർ 21-ന് അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടൻറ്റുകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. എന്ത് ചെയ്യുക, ഞാൻ ചിലപ്പോൾ ക്ലാസ് കുറച്ച് സ്പീഡിൽ പോയതൊക്കെ തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ സ്പീഡ് കുറച്ച് കാണുക, അല്ലെങ്കിൽ പോസ് ചെയ്ത് എല്ലാ പോയിന്റുകളും വായിക്കുക. ഏറ്റവും ഐഡിയലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ബുക്ക് പുതിയത് മേടിച്ച് ഓരോ പോയിന്റും എഴുതി അടയാളപ്പെടുത്തി റിവൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അതാണ് എന്തുകൊണ്ടും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി കൂടുതൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് എപ്പോഴും നോളജ് നമുക്ക് വളരുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ പല ആളുകൾ ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.